ഞാൻ ഡോക്ടർ വിജി, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്ന് നമുക്ക് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിൽ പുതുതായി വന്ന ഇംപ്ലനോണിനെ കുറിച്ച് അറിയാം. ഇംപ്ലനോൺ ഇപ്പോൾ റീസെന്റ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ്. അതായത് ഗർഭനിരോധന മാർഗം. സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരു പേടിയുള്ള ഒരു സംഭവമാണ് കോപ്പർട്ടി ഇൻസേർഷൻ. കോപ്പർട്ടി സത്യം പറഞ്ഞാൽ വളരെ ചെലവ് കുറഞ്ഞ, വളരെ ദീർഘകാല അടിസ്ഥാനത്തിൽ കോൺട്രസെപ്ഷൻ ആവശ്യമുള്ളവർക്ക് പറ്റിയ ഒരു സമ്പ്രദായം തന്നെയാണ്. പക്ഷെ പലർക്കും അത് യൂട്രസിന്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പേടിയാണ്. അതുപോലെ തന്നെ അത് വേദന ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് പലരും അത് മടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട്. എന്നാൽ ഇപ്പോൾ പലരും ഇംപ്ലനോൺ ഇവിടെ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടാണ് പലരും വരുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ കയ്യിലാണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ആ യൂട്രസിന്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പേടി സ്വമേധയാ മാറി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇംപ്ലനോൺ എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് റോഡ് ഷേപ്പിലുള്ള 2.5 to 3 സെന്റിമീറ്റർ ലെങ്ത്തിലുള്ള ഒരു റോഡാണ്. അതിൽ കോൺട്രസെപ്റ്റീവ് ഏജന്റ് ആയിട്ട് പ്രൊജസ്ട്രോജൻ അടങ്ങിയിട്ടുണ്ട്. അതായത് ഹോർമോൺ റിലീസിംഗ് കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ്. ഈ ഇംപ്ലനോൺ ഇൻസേർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് അപ്പർ ആമിന്റെ ഉൾവശത്തായിട്ടാണ് അത് വെക്കുന്നത്. അത് വെക്കുന്ന സമയത്ത് നമുക്ക് രാവിലെ ലേബർ റൂമിൽ വെച്ചിട്ട് ഒരു ഡേ കെയർ പ്രൊസീജിയർ പോലെ ചെയ്യാവുന്നതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പോകാവുന്നതാണ്. അതായത് അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ആ ഭാഗം ധരിപ്പിച്ചിട്ടാണ് ഈ റോഡ് ഷേപ്പിലുള്ള സാധനം നമ്മുടെ സ്കിന്നിലെ സബ്ഡെർമിസ്, അതായത് സ്കിന്നിന്റെ തൊട്ട് താഴെയായിട്ടാണ് അത് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്, ഡീപ്പായിട്ടല്ല. അപ്പോൾ നമുക്കത് ഇട്ടതിന് ശേഷം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ആ ഒരു റോഡ് പോലത്തെ ഒരു സാധനം അവിടെ നിൽക്കുന്നത് ഫീൽ കിട്ടും. അപ്പം അത് അനസ്തീഷ്യ ചെറുതായിട്ട് അവിടെ ധരിപ്പിച്ചിട്ട് നമ്മൾ അത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ബ്ലീഡിംഗ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാൻഡേജ് വെച്ച് കെട്ടിയിട്ടാണ് വിടുക. അത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പേഷ്യന്റ് വീട്ടിലേക്ക് പോകാവുന്നതാണ്. നെക്സ്റ്റ് ഡേ അത് ബാൻഡേജ് തുറന്നിട്ട് സാധാരണ പോലെ കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. 3 വർഷം വരെയാണ് അതിന്റെ കോൺട്രസെപ്റ്റീവ് എഫിക്കസി. അതായത് 3 വർഷത്തേക്ക് ഗർഭം ഉണ്ടാവില്ല. പിന്നെ അത് കോപ്പർട്ടി പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, സ്വയം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത് വളരെ എഫിക്കസി കൂടിയ ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ്. അതായത് ഫെയിലിയർ റേറ്റ് വളരെ കുറവാണ്. പിന്നെ അതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് അത് ഹോർമോൺ അടങ്ങിയിട്ടുള്ള ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ്. അതായത് നമ്മളിപ്പോൾ കോപ്പർട്ടി ആണെങ്കിൽ കോപ്പർട്ടിയിൽ പ്രത്യേകിച്ച് ഹോർമോൺസ് ഒന്നുമില്ല. അതൊരു കോപ്പർ വയർ, ചെമ്പ് കമ്പി ഒരു പ്ലാസ്റ്റിക് റോഡിൽ ചുറ്റിയതാണ് നമ്മൾ സാധാരണ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നത്. പക്ഷേ ഈ ഇംപ്ലനോൺ എന്ന് പറയുന്നത് ഹോർമോൺ അടങ്ങിയ ഒരു റോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതായത് ചിലപ്പോൾ ഇറഗുലർ ആയിട്ടുള്ള ഒരു ബ്ലീഡിങ്, എപ്പോഴെങ്കിലുമൊക്കെ കാണുന്ന സ്പോട്ടിംഗ് പോലെ ബ്ലീഡിങ് വരാം. ചില ആൾക്കാർക്ക് തീരെ മെൻസസ് തന്നെ ഇല്ലാണ്ട് ആവാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പൊതുവെ ആൾക്കാർ കൂടുതലായിട്ട് ടോളറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡായിട്ടാണ് ഇത് കണ്ടുവരുന്നത്. അപ്പോൾ 3 വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ ഇംപ്ലനോൺ റിമൂവ് ചെയ്യാവുന്നതാണ്. ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് തന്നെ ചെയ്യണം. അത് എടുത്തു കഴിയുന്നതോടുകൂടി പിന്നെ കോൺട്രസെപ്റ്റീവ് എഫിക്കസി തീർന്നു. 3 വർഷം കഴിയുമ്പോൾ എടുത്തു മാറ്റാവുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ ചില ഹോസ്പിറ്റലുകൾ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഏകദേശം കോസ്റ്റ് വരുന്നത് 4000 മുതൽ 4500 ഇടയിലായിട്ടാണ് വരിക. അത് ആ ഇംപ്ലനോൺ വാങ്ങുന്നതിൻ്റെ ചിലവ് മാത്രമാണ്. അതുകൂടാതെ അത് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ചിലവും കൂടി വരും. ഇതാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്.